നിവിനോട് പറഞ്ഞേക്ക ഞാൻ അങ്ങനെയൊന്നും വിട്ടുപോകാൻ പോകുന്നില്ലെന്ന്. ആ വന്നിട്ട് പോയത് നിന്റെ അമ്മാവന്റെ മോളല്ലേ? ആ നീ പറഞ്ഞ പോലെയൊന്നും അല്ലല്ലോ അവളെ കണ്ടിട്ട്. ശരിക്കും നിന്നോട് പ്രേമമാണെന്ന് തോന്നുന്നല്ലോ. നീ ദേഷ്യപ്പെടുമ്പോ അവള് വിഷമിക്കുന്നതും സങ്കടപ്പെടുന്നതും കണ്ടില്ലേ നീ? ഓ എന്റെ പൊന്നും ബ്രോ, നീ അതൊക്കെ വിശ്വസിച്ചോ? എടാ ഇതൊക്കെ അവളുടെ അടവാണ്. കാലവർഷം മേഘം മാറുന്ന പോലെ അവളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഇതിനു മുന്നേ വിളിച്ചപ്പോഴേ അവൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്താണെന്നറിയോ? ഞാനിവിടെ കാവേരി അന്വേഷണം നടക്കുകയാണെന്ന് അവൾ അമ്മയോട് പറയുന്നു. ആ സങ്കടത്തില് എന്റെ അമ്മ സൂയിസൈഡ് ചെയ്യുന്നു. പക്ഷേ ബ്രോ, കാവേരി... നീ പറയുന്നത് എനിക്ക് മനസ്സിലായി. കാവേരി എന്നൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നല്ലേ? അതെ. അതല്ല ശ്രീ സത്യം. അത് കാവേരി പറഞ്ഞത് കള്ളവാ. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നോ? അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രണയം തുറന്നു പറയാൻ ഞാൻ അല്പം വൈകി. അതെന്റെ തെറ്റ്. എല്ലാം ഉപേക്ഷിച്ച് കാവേരി അനിയത്തിയുടെ ഓപ്പറേഷന് വേണ്ടി തിരുവനന്തപുരത്ത് വരുന്നു. അന്നേ ദിവസം രാഗിണിയായിട്ടുള്ള എന്റെ കല്യാണം. സെൻസിബിൾ ആയിട്ടുള്ളൊരു പെൺകുട്ടി ആ സമയത്ത് എന്താ ചെയ്യാ? ഇനിയും പിറക്കാതെ പോയൊരു പ്രണയത്തിന് മനസ്സില് ശവകുടീരെ ഒരുക്കണ്ടെന്ന് കരുതും. അത്രേ കാവേരിയും ചെയ്തിട്ടുള്ളൂ. കാവേരി ഇപ്പോഴും യെസ് പറയുന്നു തന്നെയാണോ നിന്റെ വിശ്വാസം? 100%. പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങിയല്ലോ. രാഗിണി ഞാനുമായിട്ടുള്ള കല്യാണം നടന്നിട്ടില്ലെന്ന് അവൾ അറിയിക്കുക ആദ്യം വേണ്ടത്. കാവേരി നീ അപ്പൊ വിളിച്ചില്ലേ? എടാ അപ്പോഴല്ലേ രാഗിണിയുടെ എൻട്രി. അവളുടെ സംസാരം കാവേരി കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞെന്ന് കാവേരി ഒന്നുകൂടി അങ്ങ് ഉറപ്പിച്ചു. ഇപ്പതേ കോളും കട്ട് ചെയ്ത് ഈ നമ്പറും അങ്ങ് ബ്ലോക്ക് ചെയ്തു. എടാ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ശ്രീ. കാവേരി എന്നെ പറ്റി എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിവിനോ? ദേ വിനീതേട്ടാ, നിവിനെ എങ്ങാനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ വിനീതേട്ടൻ ഞാൻ ഇറക്കി വിട്ടേരെ. പറഞ്ഞില്ലേ ഗംഗേ, ഞാനവനെ ഒഴിവാക്കി വിട്ടെന്ന്. അവനും രാഗിണിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ അവൻ എന്തിനാ കാവേരി അന്വേഷിച്ച് നടക്കുന്നേ? എനിക്കറിയില്ല ഗംഗേ. ആ എന്നാ എനിക്കറിയാം. അവനൊരു ഞരമ്പ് രോഗിയാ. ഒരു പെണ്ണൊന്നും പോരാതെ വരും അവന്. ഇവനൊക്കെ എങ്ങനെ വിനീതേട്ടന്റെ ഫ്രണ്ടായെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഗംഗേ, നിവിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് വിനീതേട്ടൻ എങ്ങനെ പറയാൻ പറ്റും? പെണ്ണുങ്ങൾക്കല്ലേ അത് തിരിച്ചറിയാൻ പറ്റൂ. വിനീതേട്ടാ, പറ്റിയ അബദ്ധങ്ങളൊക്കെ പറ്റി. പുഷ്പവാടിയിലെ കാര്യങ്ങളൊന്നും ഇനി ഇവിടെ ആവർത്തിക്കണ്ട. ആ നിവിനെ കണ്ട ഇനി സംസാരിക്കാനേ നിൽക്കണ്ട. വിനീതേട്ടനൊരു പാവമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിനീതേട്ടന്റെ കണ്ണിൽ പൊടിയിടും. അരമനയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തയ്യല് തരാന്നല്ലേ പൗലോസച്ചൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞതുപോലെ ബുട്ടിക്ക് തുടങ്ങിയാലേ മറ്റ് തയ്യലുകളും എടുക്കാം. നമുക്ക് ഇവിടെ ഒരു പുതിയ തുടക്കമാവാം വിനീതേട്ടാ. അടിത്തറയായിട്ട് കുറച്ച് പണം ഉണ്ടല്ലോ കയ്യില്. ചെക്ക് മാറി പണം അക്കൗണ്ടിൽ വന്നല്ലോ അല്ലേ? ആ വന്നു. ജയപാലൻ ഇക്കാര്യത്തിലും ചതിക്കാൻ മടിക്കില്ല. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ജയപാലൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പറ്റിച്ചെടുത്ത പണമല്ലേ നമ്മൾ വാങ്ങിച്ചെടുത്തത്. കാവേരി പറഞ്ഞതുപോലെ അച്ഛൻ സമ്പാദിച്ച പണം കൊണ്ടാണല്ലോ നിലയുടെ ഓപ്പറേഷൻ നടത്തുന്നത്. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവല്ലേ?
എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആവണമെന്നല്ലേ പുഷ്പവാടിയിലെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ്. എല്ലാം ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഗംഗെ. പണമല്ലേ കയ്യിലുള്ളത്? ഒരു സത്യം പറഞ്ഞോട്ടെ വിനീതേട്ടാ, വിനീതേട്ടനെ കല്യാണം കഴിക്കുമ്പോഴും വിനീതേട്ടനെ ഒരു ഭർത്താവ് എന്ന നിലയിൽ സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതെനിക്കറിയായിരുന്നു. ഇപ്പോഴോ? നീളയുടെ അസുഖത്തിന്റെ ഒരു പ്രശ്നം ഒഴിവാക്കിയ ജീവിതത്തില് പുതിയ ചില പ്രതീക്ഷകളൊക്കെ തോന്നുന്നുണ്ട് വിനീതേട്ടാ. ആഗ്രഹിച്ച പോലൊക്കെ ജീവിക്കാൻ കഴിയുന്നൊരു തോന്നല്. വിനീതേട്ടൻ ഉറങ്ങിക്കോ, നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഇന്ന് അഡ്മിറ്റ് ആക്കാമല്ലോ അല്ലേ? ആകാം ഡോക്ടർ. കേസ് ഹിസ്റ്ററി പരിശോധിച്ചതെന്ന് ഭയപ്പെടാനൊന്നുമില്ല. ഓപ്പറേഷൻ വൈകിക്കരുതെന്ന് മാത്രം. ഹൃദയ സംബന്ധമായ ഓപ്പറേഷന് ലോകത്തെവിടെയും കിട്ടാവുന്ന ഫെസിലിറ്റീസ് എല്ലാം ഇവിടെയുണ്ട്. ചില കേസുകളിൽ വിദേശത്തുള്ള എക്സ്പേർട്ട് ടീം വീഡിയോ കോൾ വഴി നമ്മളെ അസിസ്റ്റ് ചെയ്യാറുണ്ട്. എനി ഡൗട്ട്സ്? എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഡോക്ടർ അങ്കിൾ. നമ്മൾ പറഞ്ഞോ. ഒരുപാട് വേദന എടുക്കും ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോ? അനസ്തേഷ്യ തന്നിട്ടല്ലേ മോളെ ഓപ്പറേഷൻ നടത്തുന്നത്. പിന്നെ പെയിൻ കില്ലേഴ്സ് ഉണ്ടാവും. വേദനയെ മോള് പേടിക്കണ്ട. ആദ്യ ദിവസങ്ങളിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം മോള് നോക്കിയാൽ മതി. അഡ്വഞ്ചേഴ്സ് ഇഷ്ടമല്ലേ മോക്ക്? എന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ? അർണോൾഡ് ഷ്വാസ്നഗറിനെ പറ്റി കേട്ടിട്ടില്ലേ മോള്? ഇംഗ്ലീഷ് നടൻ. വലിയ മസിലിന് ഇടിക്കുന്ന ആളല്ലേ? ആ, ഷ്വാസ്നഗറിന് ജന്മനാ ഹൃദ്രോഗം ഉണ്ടായിരുന്നു എന്നും 2 തവണ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞാൽ മോള് വിശ്വസിക്കൂ? സത്യം? ഞാൻ എന്തിനാ മോളോട് നുണ പറയുന്നത്? ഇതൊക്കെ ഒരു അഡ്വഞ്ചർ ആയിട്ട് എടുത്താൽ മതി മോളെ. മോള് ബ്രേവ് ഗേൾ അല്ലേ? മോളെപ്പോലെ ഒരു സ്കൂൾ കുട്ടിയായിരുന്നു വെടിയേക്കുമ്പോ യൂസഫ് സായി മലാല. അത് കഴിഞ്ഞ് പല സർജറീസും നടത്തിയിട്ടുണ്ട്. 17-ാം വയസ്സിൽ നൊബേൽ പ്രൈസും കിട്ടി. ഒരു കുഞ്ഞു സർജറി അല്ലേ, മോള് ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം. എനിക്ക് പേടിയില്ല, അമ്മയ്ക്കാ പേടി. ആ, അമ്മയ്ക്കും കൂടി ധൈര്യം കൊടുക്കണം മോള്. മോളെ കൊണ്ട് പറ്റില്ലേ? പറ്റും. ആ, അപ്പൊ ശരി. പോട്ടെ ഡോക്ടർ അങ്കിൾ. മോളെ ഞാൻ റൂമിൽ വന്ന് കണ്ടോളാം. ടാറ്റാ. ടാറ്റ. നിള അരവിന്ദൻ എന്ന കുട്ടിയുടെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. റിസപ്ഷനിൽ പേഷ്യന്റ് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്ത് പണം അടയ്ക്കണം. അടയ്ക്കാം. അപ്പൊ നമുക്ക് റൂമിലേക്ക് പോയാലോ? ഹോം സിസ്റ്റർ. റൂമിൽ ടിവി ഉണ്ടോ ചേച്ചി? വാ, വന്നോളൂ. വാ. ഭാഗ്യം. അഡ്മിഷൻ ഫീ ആയി ഒരു 10,000 രൂപ അടയ്ക്കണം സർ. അടയ്ക്കാം.
ഫോണിൽ നിന്ന് അടയ്ക്കാമല്ലോ അല്ലേ? ആ ഛെ. ഇതെന്ത് പറ്റി? ഛെ. എന്തു പറ്റി സാർ? പണം അയക്കാൻ പറ്റുന്നില്ല. ഇതിനെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും സാർ. അറിയില്ല. ചിലപ്പോ UPI കംപ്ലൈന്റ് ആയിരിക്കും. സാറിന്റെ കാർഡില്ലേ? ആ ഉണ്ട്. സാർ കാർഡ് കൊടുത്താലും മതി. അനീറ്റ ദാ. താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. ഞാൻ ജിനി, ഇവിടുത്തെ HR മാനേജറാ. സാറിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് പറയാം. ക്യാഷ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ സാർ. എന്തു പറ്റി? അറിയില്ല സാർ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നുകൂടെ നോക്കാവോ? നോക്കാം സാർ. പറ്റുന്നില്ല സാർ. എന്താ കുഴപ്പം? കാർഡിൽ പണമില്ലെന്നാ സാർ കാണിക്കുന്നേ. പണമില്ലെന്നോ? അതങ്ങനെ ശരിയാവും? നിങ്ങളുടെ മെഷീൻ കടായിരിക്കും. മെഷീന് പ്രശ്നമൊന്നുമില്ല സാർ. പ്രശ്നമില്ലെന്നോ? 50 ലക്ഷം രൂപ അതിനകത്ത്. 50 ലക്ഷം എന്നിട്ടാണ് ഒരു 10,000 രൂപ എടുക്കാൻ ഇല്ലാത്തത്. സോറി സാർ, ചിലപ്പോൾ മെഷീന്റെ കംപ്ലൈന്റ് ആയിരിക്കും സാർ. അതിപ്പോ ക്യാഷ് ആയിട്ട് തന്നാലും മതി. അതിപ്പം ക്യാഷ് ആയിട്ട് ഇവിടെ തൊട്ടടുത്ത് ATM ഉണ്ട്. ആ എങ്കിൽ ഞാൻ പോയി പണം എടുത്തോണ്ടിരാം. അപ്പൊ അറിയാലോ കാശുണ്ടോ ഇല്ലെന്ന്. ആ കളും കിടത്തേ. എനിക്കൊന്നും അറിയില്ലെന്ന് വെച്ച് പറ്റിക്കാൻ നോക്കുന്നു. അതാണ് ശരിയാണ്. ഇതാണ് റൂം. ബാ. മാഡം, സർജറിക്ക് മുന്നേ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇനി വരുമ്പോൾ പറയാം. ഇപ്പൊ മോള് റെസ്റ്റ് എടുക്കട്ടെ. ഇത് ആശുപത്രിയാണോ അതോ ഹോട്ടൽ റൂമാണോ? ഡീലക്സ് റൂം ആമേ. എന്നുവെച്ചാ ഹോട്ടൽ റൂം പോലെ തന്നെ നമ്മൾ കൂടുതൽ പണം കൊടുത്തെടുക്കുന്ന റൂം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടി? നമ്മൾ ഓപ്പറേഷന് വേണ്ടി വന്നതല്ലേ? അതും കഴിഞ്ഞങ്ങ് പോയാ പോരെ? പോരാമേ. ആശുപത്രിയിൽ കിടക്കുന്നതിന്റെ മടുപ്പും ചവർപ്പും ഒന്നും നിലയ്ക്കുണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടുള്ള പണം അവളുടെ അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടി? നമ്മൾ ഓപ്പറേഷന് വേണ്ടി വന്നതല്ലേ? അതും കഴിഞ്ഞങ്ങ് പോയാ പോരെ? പോരാമേ. ആശുപത്രിയിൽ കിടക്കുന്നതിന്റെ മടുപ്പും ചവർപ്പും ഒന്നും നിലയ്ക്കുണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടുള്ള പണം അവളുടെ അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇതെത്ര നേരമായിടോ? ഒരു മര്യാദക്ക് വേണ്ടേ? സോറി. ഓരോന്ന് പട്ടിക്കാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് പോന്നോളും. സോറി പോലും. അക്കൗണ്ടിൽ പണമില്ലെന്നാണോ കാണിക്കണേ?
എന്ത് പറ്റി? റൂമിന് ഒരു ദിവസത്തെ വാടക 5000 രൂപ. ഞാൻ വിചാരിച്ചത് 100-500 രൂപ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാ അമ്മേ? ഡി 10 ദിവസം റൂമിന് മാത്രം 50,000 രൂപയാ. ആരുടെ കയ്യിലാ അമ്മ ഇപ്പൊ പൈസ ഇല്ലാത്തത്? ആൾക്കാർക്ക് പണമൊന്നും ഒരു പ്രശ്നമല്ല. നല്ല ട്രീറ്റ്മെന്റ് കിട്ടണമെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് സമാധാനമുള്ള ചുറ്റുപാടും വേണം. ഡി നമ്മുടെ കയ്യിൽ അതിന് ചുമ്മാ കളയാൻ കാശുണ്ടോ മോളെ? ചുമ്മാ കളയുന്നതല്ലല്ലോ അമ്മ. പിന്നെ എങ്ങനെ നോക്കിയാലും നിളയുടെ ഓപ്പറേഷന് 10 ലക്ഷം രൂപ ആവുന്നല്ലേ പറഞ്ഞത്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ 40 ലക്ഷം. കാശ് കിട്ടിയോ? കിട്ടിയല്ലോ. അപ്പൊ മെഷീന്റെ കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പം? ഇയാൾ എങ്ങോട്ടാ തള്ളിക്കേറി പോകുന്നേ? ഞങ്ങളിവിടെ കാശാണോ നിക്ക? ഒരു ഹോസ്പിറ്റലിലെ കേസാ, ഒരു കുഞ്ഞിന്റെ കാര്യം. ഞാൻ ഒന്ന് കയറിക്കോട്ടെ. ആ ശരി, എന്നാ പൊക്കോ. കാശ് ഇനിയിപ്പോ കുറച്ചധികം ആയാലും കുഴപ്പമില്ല. ഒരു കുഴപ്പവും കൂടാതെ എല്ലാം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. കൊഴപ്പോ? എന്ത് കുഴപ്പം? ഒരു പനി വരുന്ന പോലെ ഉള്ളൂന്നല്ലേ ഗംഗേച്ചി പറഞ്ഞത്? അത്രേ ഉള്ളു മോളെ. ഈ അമ്മയുടെ കാര്യം അറിയാലോ. നമുക്കൊക്കെ ഒരു കുഞ്ഞു അസുഖം വന്നാലും ഈ അമ്മയ്ക്ക് പേടിയാ. മോള് കിടന്നോ? കിടക്ക. ഉറങ്ങിക്കോ. ഹലോ ഹലോ കാവേരി, ഞാനേ ATM പണം എടുക്കാവുന്നതാ. ഞാൻ കുറെ പ്രാവശ്യമായിട്ട് ശ്രമിക്കുക. അക്കൗണ്ടിൽ കാശില്ലെന്ന് കാണിച്ചോണ്ടിരിക്കണോ? ഇതെന്താ? എന്താ വിനീതട്ടെ പറയുന്നേ? ഒന്നൂടെ നോക്ക്. ഇല്ല കാവേരി, ഞാൻ പലവട്ടം നോക്കി. അക്കൗണ്ടിൽ കാശില്ല. കാവേരി ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് വരുമോ? ഞാൻ അങ്ങോട്ട് വരാം വിനീതേട്ടാ. അമ്മ, ഞാനൊന്ന് പുറത്തേക്ക് പോട്ടരാമേ. എങ്ങോട്ടാടി? ഇപ്പൊ വരാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഹോസ്പിറ്റലിൽ വന്നാലും വെറുതെ ഇരിക്കൂല. എന്ത് സ്വഭാവമാണിത്? എന്താ വിനീതേട്ടാ? പണം എടുക്കാൻ പറ്റുന്നില്ല കാവേരി. മെഷീനിൽ പണം ഇല്ലാത്തോണ്ടാണോ? അല്ല കാവേരി, ഞാൻ കുറെ തവണ നോക്കി. ബാലൻസ് 568 രൂപയാ. അത് ചെക്ക് മാറുന്നതിന് മുൻപ് എന്റെ അക്കൗണ്ടിലുണ്ടെന്ന കാശ കാവേരി. ചെക്ക് മാറിയ പണം ഇനി അക്കൗണ്ടിൽ വന്നില്ലേ? അതെങ്ങനെയാ വിനീതേട്ടാ? പണം ക്രെഡിറ്റ് ആയത് നമ്മൾ കണ്ടതല്ലേ? പണം അക്കൗണ്ട് വരാതെ മെസ്സേജ് വരുമോ കാവേരി? ഇല്ല വിനീതേട്ടാ, ഇതിലെന്തോ കുഴപ്പം നടന്നിട്ടുണ്ട്. ചെക്ക് തന്നിട്ട് ജയപാലൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായി കാണോ? നമുക്കൊന്ന് ബാങ്കിൽ വിളിച്ചു നോക്കാം. അതിന് ബാങ്കിലെ നമ്പർ ഉണ്ടോ കയ്യില്? നെറ്റിൽ ഉണ്ടാവുമല്ലോ വിനീതേട്ടാ. എന്റെ തലയിലത് നിൽക്കുന്നില്ല കാവേരി. ഇത് പിടിക്കേ. കിട്ടി. ബെല്ലടിക്കുന്നുണ്ടോ കാവേരി? ഹലോ, ARP ബാങ്ക്. സാർ, അവിടുത്തെ ഒരു കസ്റ്റമറാ. ഒരു അക്കൗണ്ട് സംബന്ധിച്ച ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയായിരുന്നു. പറഞ്ഞോളൂ.
സർ. അപ്പോ പണം പോയോ സർ? പോയി. ആർക്കും ആരെയും നഷ്ടപ്പെടണ്ട. അതുകൊണ്ട് മറ്റാരും ഒന്നും അറിയണ്ട. നീളമോളുടെ ഓപ്പറേഷനും നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കും.